സ്വന്തം രാജ്യത്തെ ജനങ്ങളെപ്പോലും കരുണയില്ലാതെ പീഡിപ്പിച്ചും കൊന്നും ഇല്ലാതാക്കിയ ഇറാൻ, സ്വേച്ഛാധിപതി ഖമേനിയുടെയും തീവ്രവാദികളായ അയാളുടെ അനുയായികളുടെയും കയ്യിൽ അണുവായുധം ലഭിച്ചാൽ അത് കുഞ്ഞൻ രാജ്യമായ ഇസ്രായേലിനു മാത്രമല്ല, പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾക്കും ലോകത്തിനു തന്നെ ഭീഷണിയായി മാറുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടുതന്നെ ഇറാനിൽ കേറിച്ചെന്ന് അവരുടെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളെ കത്തിച്ച് ചാമ്പലാക്കിയ ഇസ്രായേലിന്റെ നീക്കങ്ങൾ അവരുടെ നിലനിൽപ്പിന് മാത്രമല്ല, ഇറാന് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളുടെയൊക്കെ സുരക്ഷയെ നിർണായകമായി ബാധിക്കുന്നത് തന്നെയാണ്. ഗാസയിൽ ഹമാസിനെ ടാർഗറ്റ് ചെയ്യുമ്പോഴും തങ്ങൾക്കെതിരെ നടക്കുന്ന എല്ലാ നീക്കങ്ങളുടെയും പ്രഭവകേന്ദ്രമായ ഇറാനെതിരെ കണ്ണും കാതും തുറന്നുപിടിച്ചിരുന്ന ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ അവരുടെ നീക്കങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒടുവിലാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇറാനിലേക്ക് കടന്നാക്രമണം ഇസ്രായേൽ നടത്തിയത്. ജെറുസലേമിലെ വിലാപമതിലിനു മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് സിംഹം ഉയർത്തെഴുന്നേറ്റ് വരുന്നുവെന്ന് കുറിച്ച നെതന്യാഹു 1883 കിലോമീറ്ററുകൾക്കപ്പുറത്ത് തങ്ങളെക്കാൾ 10 മടങ്ങ് വലുപ്പവും ജനബാഹുല്യവുമുള്ള ഇറാന്റെ വിഹായസിൽ വിമാനങ്ങൾ ഇരമ്പിപ്പറന്ന് നിൽക്കുമ്പോൾ പോലും അവർ അതറിഞ്ഞില്ല. ഓരോ വിമാനങ്ങൾക്കും കാലങ്ങൾ നീണ്ട ഇസ്രായേലിന്റെ ക്ഷമയോടുകൂടിയ കാത്തിരിപ്പിന്റെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡറായ മുഹമ്മദ് ബാഗേരിയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് നേതാവ് ഹൊസൈൻ സലാമിയും ഇക്കണ്ട കാലമത്രയും എല്ലാത്തരം തീക്കളികൾക്കും ഖമേനി മുല്ലാക്കയുടെ കൂടെ നിന്ന അലീം ഷംഖാനിയെയും മിലിട്ടറി ഓഫീസറായ ഗൊലാം അലി റാഷിദിനെയും ആണവ ശാസ്ത്രജ്ഞനായ മുഹമ്മദ് റീസ പൊൾജോറിയെയും അടക്കമുള്ള നേതൃനിരയെ തന്നെ തെരഞ്ഞുപിടിച്ച് ഇസ്രായേൽ തീർത്തുകളഞ്ഞു എന്നറിയുമ്പോഴാണ് ഈ ലക്ഷ്യങ്ങളുടെ ആഴവും പരപ്പും പലർക്കും ബോധ്യമാകുന്നത്. ഇവരൊക്കെ എന്തു ചെയ്യുന്നു, എവിടെയൊക്കെ ഇരിക്കുന്നുവെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ ചലനങ്ങൾ മുഴുവൻ ഒപ്പിയെടുത്തുകൊണ്ടിരുന്ന മൊസാദിന്റെ കഴുകൻ കണ്ണുകളാണ് ഇവരുടെ തലയിൽ ഇപ്പോൾ അശനിപാതമായി പെയ്തിറങ്ങിയത്. ഇറാന്റെ കൈവശം അണുവായുധം വന്നാൽ അത് ലോകരാഷ്ട്രങ്ങൾക്കാകെ ആപത്താണെന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നിരന്തരമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. അവർ അത് ആദ്യം പ്രയോഗിക്കുന്നത് ഇസ്രായേലിനെതിരെ ആയിരിക്കുമെന്ന കാര്യം അവരുടെ ശരീരഭാഷയിൽ നിന്നും വ്യക്തമായിരുന്നു. ഒരൊറ്റ അണുബോംബിൽ തീരുന്നത്ര ചെറുരാജ്യമായ ഇസ്രായേലിന് ആപത്തുകൾ ഒരു കാലം മുമ്പേ അറിയാമായിരുന്നതിനാൽ തങ്ങൾക്കെതിരെ സംഭരിച്ചുകൂട്ടിയ ആയുധങ്ങളെ മുഴുവൻ തകർക്കേണ്ടതും അതിന് കോപ്പുകൂട്ടിയ മാന്യന്മാർക്ക് കബറിടം ഉറപ്പാക്കേണ്ടതും അനിവാര്യതയായി മാറുകയായിരുന്നു. അതവർ കൃത്യമായി തന്നെ നടപ്പിലാക്കി. സ്വന്തം രാജ്യത്തെ പ്രജകളുടെ ക്ഷേമത്തിന് പ്രാമുഖ്യം കൽപ്പിക്കുന്ന ഏതൊരു രാഷ്ട്രവും ശത്രുക്കൾ മരണവുമായി നുഴഞ്ഞുകയറി വരുന്നതുവരെ കാത്തിരിക്കുകയില്ല. അതുതന്നെയാണ് ഇവിടെ ഇസ്രായേലും നിവർത്തിച്ചത്. മുൻകൂട്ടിയുള്ള ആക്രമണം എന്ന് തന്നെയാണ് IDF ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിന് വിനാശമായി മാറേണ്ടിയിരുന്ന 10ഓളം ആണവായുധ ശേഖരത്തെയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇസ്രായേൽ കത്തിച്ച് ഭസ്മമാക്കിയത്. ഇസ്രായേലിന്റെ നീക്കങ്ങളെ നോക്കി ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനത്തിനു വേണ്ടി പുലഭ്യം പറയുന്നവരുണ്ടെങ്കിലും ഇസ്രായേൽ ചെയ്തത് ലോകത്തിനാകമാനമുള്ള നന്മയാണെന്ന് അറബ് രാഷ്ട്രങ്ങൾ പോലും ഇപ്പോൾ കൈയടിച്ച് സമ്മതിച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘം ഇറാന്റെ ഏറ്റവും പുതിയ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയെക്കുറിച്ച് വ്യക്തത നൽകുകയും അതിൽ 9ഓളം ആണവായുധങ്ങൾക്ക് ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിയൻ ഭരണകൂടത്തിന്റെ പക്കലുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ആണവായുധവൽക്കരണ പ്രക്രിയയിൽ സമീപ ദിവസങ്ങളിൽ വിപുലമായ പരീക്ഷണങ്ങളും ഇറാൻ നടത്തിയെന്നതിന് തെളിവുകളുമുണ്ടായിരുന്നു. അമേരിക്ക കരുതുന്നതുപോലെ അത് കരാറിലൊതുക്കി നിർവീര്യമാക്കാനോ ചതിയുടെ പ്രതിരൂപങ്ങളായ ഇറാനെ അക്കാര്യത്തിൽ വിശ്വസിക്കാനോ കഴിയില്ല എന്ന് ഉറപ്പായ ഘട്ടത്തിൽ അത് ചുട്ടരിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴി ഇസ്രായേലിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. തങ്ങൾക്കെതിരെ ഇറാൻ അയച്ച ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ബദലായി കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഇറാനിയൻ പ്രതിരോധത്തെ പുനർനിർമ്മിക്കുന്നതിനു മുമ്പ് ആണവ നീക്കങ്ങളിൽ ഇറാൻ കാട്ടിയ ആവേശം ആക്രമണത്തിലേക്ക് ഇസ്രായേലിനെ ക്ഷണിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു. ആണവ നീക്കങ്ങൾക്ക് പുറകെ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ബാലിസ്റ്റിക് മിസൈലുകളും ആയിരക്കണക്കിന് മിസൈലുകളും നിർമ്മിക്കുവാനുള്ള ഇറാന്റെ നീക്കത്തെ കൈയും കെട്ടി നോക്കി നിന്നാൽ അത് ഉളവാക്കുന്നത് ഇസ്രായേലിന്റെ നാശമായിരിക്കുമെന്ന് ഇസ്രായേൽ മുന്നമേ കണക്ക് കൂട്ടിയിരുന്നു. ഈ ഭീഷണികളെ അടുത്ത തലമുറയ്ക്ക് വിട്ടുകൊടുക്കാൻ നമുക്കാകില്ലെന്നും ഇപ്പോൾ പ്രവർത്തിച്ചില്ലെങ്കിൽ അടുത്ത തലമുറ ഉണ്ടാകില്ല എന്നുള്ള നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിൽ ആ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ ആക്രമണം തള്ളിവെക്കാൻ കഴിയാത്തത്ര അനിവാര്യതയായിരുന്നതിനാലാണ് ഇസ്രായേൽ ഈ കടന്നാക്രമണത്തിന് മുതിർന്നത് എന്നത് വളരെ വ്യക്തം.